2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും UDFിന്റെ തേരോട്ടം 2020 തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ LDFിന് കനത്ത തിരിച്ചടിയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഒരു UDFിന്റെ തേരോട്ടം തന്നെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ പല കോർപ്പറേഷനിലും LDFിന് ഒരു കോർപ്പറേഷൻ മാത്രമാണ് LDFിന് നിലനിർത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യം. അവിടെ BJP മികച്ച ഒരു ആധിപത്യം തന്നെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തന്നെ 2025 തെരഞ്ഞെടുപ്പ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ UDFിന് വൻ കുതിപ്പാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് UDFിന്റെ തേരോട്ടം എന്ന് തന്നെ പറയാം. മുനിസിപ്പാലിറ്റി എടുത്താലും കോർപ്പറേഷനുകൾ എടുത്താലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എടുത്താൽ തന്നെ UDFിന് ഇത്തവണ മിന്നും വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDFിന് കൂടുതൽ സീറ്റുകൾ കൈയടക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കോർപ്പറേഷനുകളുടെ കാര്യത്തിൽ തന്നെയാണ്. 6 കോർപ്പറേഷനുകളിൽ ഇത്തവണ 4 കോർപ്പറേഷനുകൾ UDFിന്റെ അധീനതയിലാണ്, അല്ലെങ്കിൽ UDFിന് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് LDF വിജയിച്ചിട്ടുള്ളത്. അത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ബാക്കി 4 കോർപ്പറേഷനും UDFും. തിരുവനന്തപുരം കോർപ്പറേഷൻ NDAയും വിജയിച്ചിട്ടുണ്ട്. NDA കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായാണ് NDAയുടെ നേതൃത്വത്തിൽ ഭരിക്കാൻ പോകുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFിന് ഏറ്റവും ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇത് ഒരു കണക്കായി പരിശോധിച്ച് കഴിഞ്ഞാൽ 2020 തെരഞ്ഞെടുപ്പും 2025 തെരഞ്ഞെടുപ്പും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ ഈ ഒരു 2020 തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 143 സ്ഥലങ്ങളിൽ LDFും 41 ഇടങ്ങളിൽ UDFും NDA 2 ഇടങ്ങളിലും, അത്തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് എടുക്കുമ്പോഴും ഇത്തരത്തിൽ 514 ഇടങ്ങളിൽ LDFും 321 ഇടങ്ങളിൽ UDFും 19 ഇടങ്ങളിൽ NDAയും. ജില്ലാ പഞ്ചായത്തിൽ വരികയാണെങ്കിൽ 11 ഇടങ്ങളിൽ LDFും 3 ഇടങ്ങളിൽ UDFും ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിലൊന്നും തന്നെ NDAയുടെ ഒരു പരാമർശമോ അല്ലെങ്കിൽ NDA ഒരു സ്ഥാനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിലായാൽ കൂടിയും 108 ഇടങ്ങളിൽ LDFും 38 ഇടങ്ങളിൽ UDFും എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ 2020 കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. അത് ഇത്തവണത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2025 കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 2025 കോർപ്പറേഷൻ 6 കോർപ്പറേഷനുകളാണ് മൊത്തത്തിൽ കേരളത്തിലുള്ളത്. ഈ 6 കോർപ്പറേഷനുകൾ 4ഇടത്ത് UDFും ഒരിടത്ത് LDFും ഒരിടത്ത് NDAയും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ഈ ഒരു 2020 തെരഞ്ഞെടുപ്പിൽ 3ഇടത്ത് UDFും 3ഇടത്ത് LDFുമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിമതരുടെയും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ഒക്കെ തന്നെ ഒരു കൂട്ടു പങ്കാളിത്തത്തോടെ LDF 2ഇടത്തും കൂടി ഒരു ഭരണം ഉറപ്പിക്കുന്നു. അത്തരത്തിൽ 5 ഇടങ്ങളിൽ LDFും ഒരിടത്ത് മാത്രമാണ് UDFിനെ ഭരണം കാഴ്ചവെക്കാനായിട്ട്, അല്ലെങ്കിൽ UDFിന്റെ ഭരണം ഉണ്ടായിരുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് ഇക്കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ UDFിനെ നിലനിർത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ UDFിനെ ഭരിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ 2025 എത്തുമ്പോൾ അത് 4 ഇടങ്ങളിൽ UDFിന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വൻ വിജയം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം, ഇതൊരു സെമി ഫൈനലായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലായിട്ടാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം സൃഷ്ടിക്കും, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത്. ഇതിൽ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം 86 മുനിസിപ്പാലിറ്റികളിൽ ഇത്തവണ UDFിന് 54 ഇടത്തും LDFിന് 28 ഇടത്തും NDAക്ക് 2 ഇടത്തും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അത്തരത്തിൽ ഒരു സീറ്റും നേടിയ അത്തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ 504 ഇടത്ത് UDFും 341 ഇടത്ത് LDFും 26 ഇടത്ത് NDAയും 64 ഇടത്ത് ടൈയും വരുന്നത്, അതായത് 2 പേരും ഈക്വലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈക്വലായിട്ട് സ്ഥാനം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്.
അതേപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 14 ജില്ലാ പഞ്ചായത്തുകളാണ് നമുക്കുള്ളത്. അതിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7ഇടത്ത് LDFും 7ഇടത്ത് UDFും എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, എന്നിങ്ങനെയാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ വന്നാൽ 79ഇടത്ത് UDFും 63ഇടത്ത് LDFും 10ഇടത്ത് സമാസമം എന്നിങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ എടുത്തു പറയേണ്ട കാര്യം UDFിന് ഇത്തവണ 2020 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വൻ കുതിപ്പ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഇരട്ടിയിലധികം സീറ്റുകളാണ് ഓരോ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഓരോ വാർഡിലും UDF നേടിയിട്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്കായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കണക്കായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കായാലും കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റിയായാലും എടുത്തു നോക്കിയാൽ കാണുന്ന ഒരു കാര്യമാണ് UDFിൻ്റെ ഈ ഒരു തേരോട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്കുകളിൽ നിന്നും ഇരട്ടിയിലധികം സീറ്റുകൾ നേടാൻ ഇത്തവണ UDFിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇത്തവണത്തെ ഈ ഒരു ഫലം സൂചിപ്പിക്കുന്നത്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ BJPയുടെ ഒരു ആധിപത്യം എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം NDA ഇത്തവണ നേടിയെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP വളരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. പലയിടങ്ങളിലും NDAയുടെ NDAയുടെ സീറ്റ് നിലനിർത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ പലയിടങ്ങളിലും കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സീറ്റുകൾ നേടാനായിട്ടും NDAക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഇത്തവണ LDFിന് പ്രതീക്ഷിച്ച ഒരു വിജയമല്ലായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നേതാക്കളും പ്രതികരിക്കുന്നത്. കാരണം നേരത്തെയൊക്കെ പ്രതികരിച്ച MV ഗോവിന്ദൻ മാസ്റ്റർ ആയാലും പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭാഗത്തു നിന്ന് പ്രതികരണമായാലും LDF മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഒരു വിജയമല്ല ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലെ തെരഞ്ഞെടുപ്പാണ്, തോൽവികളും വിജയങ്ങളും ഉണ്ടാകും. ഇതിലെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം വേണ്ട നടപടി എടുക്കുമെന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമുക്കറിയാം കുറേ അധികം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആയാലും ശബരിമല വിഷയമായാലും അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നിലനിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിഫലിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതിലെടുത്തു പറയേണ്ട ശബരിമല വിഷയം തന്നെയാണ്. കാരണം ഈ ഒരു ശബരിമല വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് BJPയും കോൺഗ്രസും LDFിനെതിരെ തിരിഞ്ഞിരുന്നത്. അത് കൂടുതൽ ജനങ്ങളിൽ പ്രതിഫലിക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കണക്കാക്കാൻ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് കനത്ത തിരിച്ചടി അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീക്ഷിച്ചൊരു വിജയം നേടാനായിട്ട് സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും UDFിന് വൻ വിജയം നേടാനായുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണക്കാക്കുന്ന ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് വൻ ഒരു പ്രതീക്ഷിച്ച അല്ലെങ്കിൽ വൻ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത്. ദീപ്തി, ശരി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റമാണ്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും UDFിൻ്റെ തേരോട്ടമാണ്. 2020 തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ LDFിന് കനത്ത തിരിച്ചടിയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.